ഇന്ന് രാവിലെ നമ്മുടെ കണ്ണൂരിൻ്റെ സിനിമാ രംഗത്തെ സംഭാവനയായിട്ടുള്ള ശ്രീനിവാസൻ്റെ മരണവാർത്തയാണ് കേട്ടത്. മലയാള സിനിമാ രംഗത്ത് എഴുത്തുകാരൻ, കഥാകൃത്ത്, അഭിനേതാവ്, സംവിധായകൻ എന്ന നിലകളിലെല്ലാം സിനിമക്ക് അമൂല്യമായ സംഭാവന നൽകിയ നല്ലൊരു ഉത്തമനായ സിനിമാ രംഗത്തെ കലാകാരനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ശ്രീനിവാസനുമായിട്ട് എനിക്കൊരുപാട് കാലത്തെ അടുത്ത വ്യക്തിബന്ധമുണ്ടായിരുന്നു. ആ വ്യക്തിബന്ധം ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹം കണ്ണൂരിൽ പാട്യത്താണ് ജനിച്ചു വളർന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെ അറിയപ്പെടുന്ന ഒരു പൊതുരംഗത്തുള്ള അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തുള്ള ഒരു നല്ല അധ്യാപകനായിരുന്നു. അദ്ദേഹം മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന നിലയിൽ തന്നെ സംഭാഷണങ്ങളും കഥകളും എഴുതി മലയാള സിനിമാ രംഗത്തെ സമ്പുഷ്ടമാക്കി. നിരവധി അവാർഡുകളും അദ്ദേഹത്തെ തേടിയെത്തി. ആ പ്രവർത്തന കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം രോഗത്തിൽപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ന് മലയാള സിനിമാ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന, വളർന്നു വരുന്ന ഒരു സിനിമ കലാകാരൻ തന്നെയാണ്. വ്യക്തികളുമായി നല്ല ബന്ധം വെച്ച് പുലർത്തുമ്പോൾ തന്നെ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു ശീലമുള്ള കലാകാരൻ കൂടിയാണ് ശ്രീനിവാസൻ. പലപ്പോഴും അദ്ദേഹത്തെ ഞാൻ പല ട്രെയിനുകളിലും മറ്റുമായി കാണാറുണ്ടായിരുന്നു. അദ്ദേഹമാകട്ടെ, ഞാൻ എൻ്റെ കുട്ടികളുടെയൊക്കെ വിവാഹം ക്ഷണിച്ചാൽ ആ സമയത്തൊക്കെ കൃത്യമായി അതിൽ പങ്കാളിയാകാറുണ്ടായിരുന്നു. അടുത്തൊരു സുഹൃത്ത് ബന്ധം വെച്ചു പുലർത്തിയിട്ടുള്ള ഒരു നല്ല കലാകാരനാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ അഭിനയവും അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാനുള്ള ആശയങ്ങൾ വളരെ സമർത്ഥമായി ജനഹൃദയങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ശൈലിയോടുകൂടി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള നല്ലൊരു സിനിമ രംഗത്തെ പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ അങ്ങേയറ്റത്തെ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ഒരു അടുത്ത സിനിമാ രംഗത്തെ സുഹൃത്തായ അദ്ദേഹത്തിൻ്റെ വേർപാട് വളരെ വേദനയുണ്ടാക്കുന്നൊരു കാര്യം കൂടിയാണ്. അതാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം. ബാക്കി അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് സംസ്കാരം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം എന്താണെന്നുള്ള കാര്യം ആലോചിക്കും.